Good evening. I'm Rabiba from Edathanattukara. I'm an international mentor trainer. In this field, I'm a parent relationship coach. Presently, I'm a degree final year student. 21 വർഷത്തിന് ശേഷം വീട്ടമ്മയായിരുന്ന ഞാൻ ഒരു പഠനത്തിലോട്ട് ഇറങ്ങിയ ജേണിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 21 വർഷത്തിന് ശേഷം അൽ-മിഫ്ത ഓൺലൈൻ അക്കാദമിയിൽ ജോയിൻ ആയി. 3 മാസത്തെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം +2 ഈക്വാലൻസി ചെയ്തു. +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജോലി വേണമെന്ന ചിന്ത ഉണ്ടായത്. അങ്ങനെ MS ഓഫീസ് പഠിച്ചു. അത് കഴിഞ്ഞ ഉടനെ +1ന്റെ റിസൾട്ട് വന്നു. അത്യാവശ്യം മാർക്ക് കണ്ടു. അപ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടായത്. അതായത് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയും എന്നുള്ളത്. വീട്ടുകാരും പറഞ്ഞു ഇനി പഠിച്ചോ, ജോലിക്കൊന്നും പോകണ്ട എന്നുള്ളത്. അങ്ങനെ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ അക്കൗണ്ടിങ്, അതായത് ട്രാവൽ പ്രൊഫഷണൽ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ CV അയച്ചു. CV അയച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഉള്ളിലൊരു ഇൻറ്റ്യൂഷൻ തോന്നിയത്. അതായത് 10 മണി മുതൽ 4 മണി വരെ ഒരു സിസ്റ്റത്തിന് മുന്നിൽ ഒരിക്കലും ഞാൻ എത്തുന്നില്ല. അവിടെ ഇരിക്കേണ്ട ആളല്ല ഞാൻ. എനിക്ക് സ്കില്ലുണ്ട്, അതൊന്ന് ഡെവലപ്പ് ആക്കണം. അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. പിന്നീട് ചെയ്തത് ഡിഗ്രി ചെയ്തു. അതായത് ഒരു ഓൺലൈൻ സെന്ററിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു, BS സൈക്കോളജി. അവിടെ എല്ലാ സൺഡേയും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരും. ഒരു ദിവസം സ്പെഷ്യൽ ഗസ്റ്റായി വന്നത് മിൻഹ ഫാത്തിമയായിരുന്നു. മിൻഹയുടെ സ്പീച്ച് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മിൻഹയുടെ നമ്പർ വാങ്ങി വിളിച്ചു. കുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ 21 വർഷത്തിന് ശേഷമാണ് പഠനത്തിലോട്ട് ഇറങ്ങിയത്. ഇപ്പൊ ഇങ്ങനെ 2 കോഴ്സ് കമ്പ്യൂട്ടറിൻ്റെ കഴിഞ്ഞു. എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് പഠിക്കണം, എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് അതൊന്ന് ഡെവലപ്പ് ആക്കണം. അങ്ങനെ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ മോളോട് പറഞ്ഞു. മോള് പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ADN പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഫസ്റ്റ് കോഴ്സ് ചെയ്തു, സെക്കൻഡ് കോഴ്സ് മെന്ററിംഗ് ചെയ്തു, തേർഡ് കോഴ്സ് GCTP ഗൈഡഡ് ഫോർ ട്രെയിനിങ് പ്രോഗ്രാം. അത് മെമ്മറിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു പ്രാക്ടിക്കൽ ട്രെയിനിങ് 15 ദിവസം. അതിനുശേഷം ഒരു കോച്ചായി ഇറങ്ങി. ആദ്യം ചെയ്തത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാം എഴുതി. എക്സാമെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പതിയെ സെഷൻസ് എല്ലാം എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനെന്ന ലോകത്ത് ഞാൻ ഹാപ്പിയായി തുടങ്ങി. ഇനി പറയാനുള്ളത്, ഈ പഠനത്തിലോട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം എന്നിലുണ്ടായ മാറ്റങ്ങൾ. അതായത് ഞാൻ മാറിയതിനു ശേഷം ആ മാറ്റം മക്കളിലൂടെ സംഭവിച്ചു. എന്ത് കാര്യത്തിനും മക്കള് സപ്പോർട്ടീവായി നിന്നു. അതായത് വീട്ടില് ആർക്കാണോ എക്സാം ഉള്ളത് അവര് സ്റ്റുഡന്റ്, ആർക്കാണോ എക്സാം ഇല്ലാത്തത് അവരാ വീട്ടിലെ രക്ഷിതാവായി നിന്ന് കാര്യങ്ങളെല്ലാം കൊണ്ടു നടന്നു. എന്ത് കാര്യത്തിനും മക്കള് സപ്പോർട്ടീവായി ഒപ്പം നിന്നു. അങ്ങനെ 2 വർഷം കൊണ്ട് ഞാൻ നേടിയത് 9 സർട്ടിഫിക്കറ്റുകളായിരുന്നു. ഇതില് WHRB സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ മോള് പറഞ്ഞു നമുക്കിത് ഫ്രെയിം ചെയ്ത് വെക്കണം ചെയ്യുന്നത്. കാരണം അവർക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഫറൂഖ് സാറെ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. ആ സെഷനിലാണ് ഞാനൊരു പാരന്റ് റെയിൻമെഷൻ കോച്ചാണ് എന്നുള്ള അതിന്റെ കറക്റ്റ് വിഷയം അതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതായത് രക്ഷിതാക്കളുടെ പുനർനിർമ്മാണ കോച്ച് എന്നാണ് ശരിക്കതിന് പറയുക. അതായത് പഠന പാതുവഴിയിൽ നിന്ന് രക്ഷിതാക്കള്, ലൈഫ് സ്റ്റക്കായ രക്ഷിതാക്കള്, അവർക്ക് ലൈഫിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെയെല്ലാം മുന്നോട്ട് പോകണം, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ ശരിക്കും എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് കൂടുതലും അതിൽ പറയാനുള്ളത് എന്റെ അനുഭവങ്ങളായിരുന്നു. എന്റെ അനുഭവങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും കൂടെ മൈൻഡ് പവർ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളും. അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. കാലങ്ങളൊക്കെ അങ്ങനെ ദിവസങ്ങളെല്ലാം കടന്നുപോയി. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ വീക്കായിരുന്നു. അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതെനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. കാരണം 21 മാസം അല്ല വീട്ടിലിരുന്നത്, 21 വർഷമാണ് വെറുതെ ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്, ഹസ്ബൻഡിന്റെ വീട്, മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലോ ഹോസ്പിറ്റല്, അതല്ലാതെ എപ്പോഴെങ്കിലും ഒരു ടൂറ്, അതല്ലാതെ വേറെ ലോകം എനിക്ക് അറിഞ്ഞില്ല. കൂടുതൽ ആളുകളോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കണക്ഷനും അങ്ങനെ പുറം ലോകമായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവായിരുന്നു. എങ്ങനെ സംസാരിക്കണം ഒന്നും
അറിയില്ലായിരുന്നു. അങ്ങനെ ആദ്യം ഒരു കോഴ്സ് ചെയ്തു, രണ്ടാമതും ഒരു കോഴ്സ് ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിക്ക് രണ്ടാമത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ രണ്ടാമത് കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പോയപ്പോ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ സൗദിയിലോട്ട് പോയി. തിരിച്ചു വന്നപ്പോ വീണ്ടും ഞാൻ എന്ത് കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങിയാൽ എനിക്ക് ഇന്നിലേ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ നല്ല വീക്കാണ് എന്നുള്ളത്. അങ്ങനെയാണ് മൂന്നാമതായിട്ട് ഞാൻ വീണ്ടും ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി അഡ്മിഷൻ എടുക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കൂടുതൽ ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ പതിയെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ട്രെയിനിങ് നല്ലപോലെ പ്രാക്ടിക്കല് ട്രെയിൻ ചെയ്ത് എടുക്കായിരുന്നു. അവിടുന്ന് എഴുതിനൊക്കെ തിയറിക്ക് അവിടെ വളരെ കുറവായിരുന്നു. തിയറി കഴിഞ്ഞാൽ പിന്നെ അത് കയറും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് തരും, അതിനെപ്പറ്റി സംസാരിക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ല. പറയുന്നിങ്ങനെ അവര് പറയും, എനിക്ക് പറയാനേ അറിയില്ലായിരുന്നു. എനിക്കൊന്നും പറയാൻ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. പതിയെ ഞാൻ ഓരോ സെന്റൻസുകൾ പിടിച്ചു. പിന്നെ വീട്ടിൽ വന്നാല് മൈൻഡ് പവർ ഉപയോഗിച്ച്, അതായത് ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലോട്ട് ഇതെങ്ങനെ കടത്താം, കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇതെങ്ങനെ കടത്താം, എങ്ങനെ ചിന്തകളിലൂടെ ഇംഗ്ലീഷ് വരുത്താം എന്നുള്ളത് പ്രാക്ടിക്കലി വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ പതിയെ ഞാൻ വീട്ടില് സംസാരിക്കാൻ തുടങ്ങി. ചെറിയ മോനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സംശയമുള്ള കാര്യങ്ങൾ, അതായത് ChatGPT, ഗൂഗിൾ ട്രാൻസ്ലേഷൻ എല്ലാം ഉപയോഗിച്ച് പതിയെ അങ്ങനെ സംസാരം തുടങ്ങി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാല് പതിയെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നിലുള്ള ആ ബ്ലോക്ക് ഒന്ന് നീങ്ങി കിട്ടി. തെറ്റിയാലും എനിക്ക് പറയാൻ കഴിയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. തെറ്റിയ കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങി. പതിയെ അവരെന്നെ തിരുത്തി തരാൻ തുടങ്ങി. ആ തിരുത്തുന്ന കാര്യങ്ങള് ഒറ്റ പ്രാവശ്യം തിരുത്തി. പിന്നെ ഞാനത് മറക്കാതെ അങ്ങനെ അത് യൂസ്ഫുള്ളായി കൊണ്ടു നടന്നു. പിന്നെ പതിയെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും റിസപ്ഷനിലായാലും ഞാൻ കുഞ്ഞു സെന്റൻസാണ് പറയുന്നത് തുടങ്ങി. ഡോക്ടറെ അടുത്ത് ചെന്നാലും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. അതായത് എന്തെങ്കിലും ഒരു സ്കില്ല് കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഈ അധിക രക്ഷിതാക്കളും ബിരുദം കഴിഞ്ഞവരും ബിരുദാനന്തര ബിരുദം കഴിഞ്ഞവരും വീട്ടിലുണ്ട്. അവർക്കൊക്കെ ജോബിനാണെങ്കിലും പുറത്തോട്ട് ഇറങ്ങി എന്ത് കാര്യത്തിലിറങ്ങി എന്ത് ചെയ്യാനാണെങ്കിലും ഒരൊറ്റ തടസ്സമുണ്ട്. അതായത് അവർക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ പുറത്തോട്ട് സംസാരിക്കുമ്പോൾ ഇത് തെറ്റോ, ഇനി അവിടുന്ന് അങ്ങോട്ട് അറിയില്ല, അവര് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇനി എങ്ങനെ ഇത് മൈൻഡ് പവർ ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം, അതായത് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങാം എന്നുള്ളൊരു കോഴ്സാണ് ഇനി അടുത്തത് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അമ്മമാർക്ക്, അതായത് വീട്ടമ്മമാർക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാം. ഇൻഷാല്ല അടുത്തായിട്ട് അത് എന്തായാലും റിവീലാകും. അതുമാണ് ഇനി ആക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അക്കാര്യത്തില് എന്റെ പ്രോബ്ലംസ് അതായിരുന്നു, എനിക്കതിന് സൊല്യൂഷനും കിട്ടി. അപ്പൊ അതാണ് ഇനി ഞാൻ ഇറക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ വീട്ടമ്മമാർക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് കഴിയാത്തതായി ഒന്നുമില്ല. എന്തിനു ശ്രമിച്ചാലും നമുക്ക് കഴിയും. എവിടേക്കോ ആരൊക്കെയോ പറഞ്ഞതാണ് നിനക്ക് തെറ്റും, നിനക്ക് പേടിയാണ്, അത് നിനക്കൊണ്ട് പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഒരു സ്റ്റെപ്പ് മതി നമ്മുടെ കോൺഫിഡൻസിനായി. ഓക്കെ, താങ്ക് യു.